ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്നും ഇതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ ചങ്ങൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചായക്ക് കടി പൂരിയും അതുപോലെ തന്നെ കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും തമിഴ്നാടൊക്കെ വിരുന്ന് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്ന് നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് അടുക്കള വിശേഷങ്ങളായിട്ട് തന്നെ ആവും. ഇനി എങ്ങോട്ടേലൊക്കെ നമുക്ക് പോകാനൊക്കെ ഗ്യാപ്പ് കിട്ടണം. അപ്പോഴൊക്കെ ഇനി പുറത്തത്തെ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മുടെ ഈ അടുക്കള വിശേഷമൊക്കെ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ പൂരി നല്ലൊരു കിഴങ്ങ് കറിയാണ് കേട്ടോ. കിഴങ്ങ് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിക്കണം. ഇനിയിപ്പോൾ കുറച്ച് ചായക്ക് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പൂരിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂരി പിന്നെ പരത്തി വെച്ചിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ നമ്മൾ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിലങ്ങനെ അമർത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകിട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ, ഇന്നത്തെ അല്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് വന്നാൽ നമുക്ക് വീട്ടിൽ നല്ല പണികളാക്കാരല്ലേ. അപ്പോൾ ഒരുപാട് അലക്കാനും അതുപോലെ തന്നെ കുറേ പൊടി തട്ടാനും അതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര ക്ഷീണവും യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ആയിട്ട് കുറച്ച് നേരം എണീക്കാൻ വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും മക്കളെയൊക്കെ പറഞ്ഞയച്ചു കേട്ടോ. ഇനിയിപ്പോൾ ചോറൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ചോറും കൂട്ടാനും ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല എരിയും പുളിയൊക്കെ ഉള്ള ചെമ്മീൻ ഇട്ടിട്ട് കുമ്പളങ്ങ കറിയാണ് കേട്ടോ. ചെമ്മീൻ കുമ്പളങ്ങ കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ വെണ്ടയ്ക്ക അതുപോലെ തന്നെ ചെമ്മീൻ കായ, ചെമ്മീൻ മുരിങ്ങക്കായ, ചെമ്മീൻ അങ്ങനെ പല ഇതൊട്ട് നമ്മൾ വെക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് കുമ്പളങ്ങയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എന്തോ ഒരു വായിക്കുന്നൊരു ചുടി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നല്ലൊരു എരിയും പുളിയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീൻ അധികം ഒന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. അതൊന്ന് വറുത്ത് സെറ്റാക്കി പ്ലേറ്റിൽ വെച്ചതാണ്. അങ്ങനെ നമ്മൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊന്ന് നല്ലോണം വാട്ടി കൊടുക്കുക. കൂടെ തന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി എടുക്കുക കേട്ടോ. അങ്ങനെ തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് തക്കാളി വഴറ്റി സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടി കഴിഞ്ഞ ആ എണ്ണയ്ക്ക് വേണം നമ്മൾ മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കറീൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ആ എണ്ണയ്ക്കിട്ട് മുളകും മഞ്ഞളുടെ ഒക്കെ ആ കളർ ഇങ്ങനെ മേലെ പാറി നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു കാണാൻ തന്നെ ഒരു രസം തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ ചെമ്മീൻ കറിക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളും മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പുളി ഒഴിക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കുമ്പളങ്ങയും പിന്നെ നമ്മളെ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഞാൻ പറഞ്ഞല്ലോ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ മസാലകളൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് എണ്ണയിലൊന്ന് വാട്ടി സെറ്റാക്കട്ടെ. ഇനി അതിന് ശേഷം നമ്മൾ കുമ്പളങ്ങയും അതുപോലെ ചെമ്മീനും കൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ചെമ്മീനിൽ പിന്നെ വഴുതിരിങ്ങ ഇട്ട് വെക്കും കേട്ടോ. വഴുതിരിങ്ങ ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുകൊണ്ട്. ഉണക്കലാണ് കേട്ടോ, പച്ചല്ല, ഉണക്ക ചെമ്മീനാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ലൊരു മണമാണ്. ഈ കറിയൊക്കെ ഒന്ന് തിളച്ചിങ്ങനെ വരുമ്പോൾ ആ ചെമ്മീൻ്റെ മണം എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു അടിപൊളി രസമാണ് കേട്ടോ. ചോറൊക്കെ തിന്നണമെങ്കിൽ ഇതൊരു കുറച്ചൊരു കുഞ്ഞിക്കൈയിൽ ഒഴിച്ചാൽ മതിയിട്ട് നമുക്ക് ചോറൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ തോന്നും. അപ്പോൾ രാത്രിയും അടിപൊളി മണമാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വന്നിട്ട് വേണം നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരകി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ അടച്ച് വെച്ച് നല്ലോണം വേവിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങയിൽ പ്രത്യേകിച്ച് ജീരകം അങ്ങനെ ഒന്നും ഇടണ്ട കേട്ടോ, പ്ലെയിനായിട്ട് അരക്കുന്നതാണ്. അല്ലാതെ ജീരകത്തിൻ്റെ മണോ അതൊക്കെ വന്നാൽ നമ്മൾ ചെമ്മീൻ കറിൻ്റെ ഒരു ടേസ്റ്റ് വേറെ രീതിയിലാവും കേട്ടോ. ഇതിപ്പോൾ പച്ച തേങ്ങയാണ് കേട്ടോ, പച്ച തേങ്ങ അരക്കുക. അത് അങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ഒന്നെടുത്താൽ നമ്മുടെ ചെമ്മീൻ കറിയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര നല്ലൊരു രസം തന്നെയാണ്.
അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിരുന്നു കേട്ടോ. ഞാൻ അധികം ഒന്നും തിളപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് ഇതാണ്ടില്ല മേലെ തന്നെ ആ ചെമ്മീൻ്റെ മണവും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞളും നമ്മൾ ഉള്ളിയിലിട്ടുമല്ലോ അതൊക്കെ ഒന്ന് മേലെ തെളിഞ്ഞിങ്ങനെ വരുന്ന വരെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. നമ്മൾ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചുവപ്പ് കളറുണ്ടല്ലോ കറിൻ്റെ മേലെ ഇങ്ങനെ പാട പോലെ അങ്ങനെ അത് നല്ലൊരു രസമാട്ടോ കറിയിൽ കാണുന്നത്. അങ്ങനെ കറി അവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ അതിന് സൈഡ് ഡിഷായിട്ട് പപ്പടം കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പേരിയോ വേറെ സംഭവം ഒന്നുമില്ല കേട്ടോ, പപ്പടം ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇതാ പപ്പടം വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ മോന് ചോറിന് നേരമായിട്ടോ. അപ്പോൾ അവന് എനിക്ക് മുട്ട പൊരിച്ചുണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവന് മുട്ടയൊക്കെ ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അത് ചൂടായിട്ട് ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവന് അത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ അവനത് ഒഴിച്ച് അപ്പോൾ അതിന് ദേഷ്യം പിടിച്ചതാ പോവാട്ടോ, ചീത്ത പറഞ്ഞതിന് ദേഷ്യം പിടിച്ച് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ഇങ്ങനെ ചെയ്യണം കേട്ടോ അവന്. അങ്ങനെ ഇതാ അവൻ്റെ മുട്ട അങ്ങോട്ട് പൊരിച്ച് അവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മളിതാ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കളെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.